ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗോപകുമാർ കോയിക്കുമിടത്തിൽ ജുബിലേഴ്സ് എപ്പിസോഡിന്റെ 71ാമത് ഭാഗമായ കവിതകൾ 21 എന്ന ഗോപകുമാർ കൃഷ്ണയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ 21ാമത് ലൈവ് പ്രോഗ്രാമായ ഈ എപ്പിസോഡിലേക്ക് ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ എല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളുടെ സ്വപ്ന സഞ്ചാരികൾ, അല്ലെ നമ്മളെ സ്നേഹിക്കുന്നവർ, മറ്റ് അകാലത്തിൽ മരണപ്പെട്ടു പോകുന്നവരും, അതേപോലെ നമ്മൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും സപ്പോർട്ടുകളുമായിട്ട് വന്നെത്തുന്ന ഫിലിംസ്, അല്ല അതേപോലെ തന്നെ മറ്റുള്ള കലാകാരികൾ, അവരുടെ ഹൃദയങ്ങളിലൂടെ വരുന്ന അവരുടെ ഹൃദയ തുടിപ്പുകൾ, അതിൻ്റെ ഒരു ആക്കം നമ്മുടെ ഹൃദയങ്ങളിൽ വന്നെത്തുന്ന സ്വപ്ന സന്ദേശങ്ങൾ, അവരുടെയൊക്കെ പ്രതീക്ഷകളായി മാറുന്ന ഗോപേട്ടൻ എന്ന് പറയുന്ന ഗോപകുമാർ കോയിക്കുമിടത്തിൽ, അതേപോലെ നമ്മളെ വീണ്ടും വീണ്ടും നമ്മുടെ പ്രോഗ്രാമുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ്, അതേപോലെ ലൈക്കുകളും ഷെയറുകളും കമന്റുകളും ചെയ്ത് നമ്മളെ വിജയിപ്പിക്കുന്ന ഫോളോവേഴ്സ്, അതേപോലെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഫോണിൻ പ്രോഗ്രാമിലേക്ക് ഏവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു പുതിയ ഉന്മേഷക്കുളിരും എല്ലാം നൽകാൻ വേണ്ടിയിട്ട് ഇന്നെൻ്റെ പുതിയ, പാടി കേട്ടിട്ടുള്ളതിനെക്കാട്ടിന് അപ്പുറത്ത് തന്നെയുള്ള ഒരു ഒരു ഹൃദയരാഗം അല്ലെങ്കിൽ ഒരു ദേവരാഗം ആണ്. അതിൻ്റെ സ്വന്തം തുടിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, സ്വപ്നങ്ങൾ ഞാൻ രചിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്ന ഒരു ഗാനമാണ്. പിന്നെ വരും കാലങ്ങളിൽ പിന്നണി ഗാനങ്ങളെ ഇതുകൊണ്ട് നമ്മൾ ആലപിക്കണം എന്നൊക്കെ വെച്ചിരിക്കുന്നതാണ്. വളരെയേറെ വ്യത്യസ്ത സ്റ്റൈലിൽ ഒക്കെ നമുക്ക് വീണ്ടും ഫിലിമുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽബങ്ങളിലോ ഒക്കെ വന്നെത്തുന്ന ഒരു തരത്തിലുള്ള പ്രോഗ്രാം കൂടിയാണ്. കാരണം ഇതേപോലെ ഹൃദയങ്ങളെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രോഗ്രാമായിട്ട് മാറുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, നിങ്ങൾ ഒക്കെ ചെയ്യുന്ന സപ്പോർട്ടുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണം, നല്ല സമ്മാനം എന്നുള്ള വ്യത്യാസത്തോടെയാണ് ഇന്നത്തെ ഈ ജുബിലിയസ് എപ്പിസോഡിന്റെ അറ്റൻഡറിക്കും ചാരിറ്റിക്കും ന്യൂ ജനറേഷനും വേണ്ടിയിട്ടുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് വരുന്ന വാർദ്ധക്യത്തിൽ വരുന്ന വൃദ്ധജനങ്ങൾക്കും, അതേപോലെ ഓരോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഴയ കാലങ്ങളിൽ പറഞ്ഞതുപോലെ ഇനിയും സംഭവിക്കാനിരിക്കുന്ന, ഇനി വരാനിരിക്കുന്ന പല സാദൃശ്യങ്ങളും അതേപോലെ മറ്റുള്ള അനുഭവങ്ങളെയൊക്കെ വിലയിരുത്തിക്കൊണ്ടും ഉള്ള നമ്മുടെ വരും കാലങ്ങളിലേക്കുള്ള ഒരു തലമുറയ്ക്കുള്ള നമ്മുടെ പ്രായങ്ങൾ നമുക്ക് അനുഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ അതിന് നേരിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ചാരിറ്റി എന്നുള്ള ഇന്ത്യയുടെ ഒരു പ്രോഗ്രാമിൻ്റെ കണക്കൂട്ടലായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഈ അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ആനന്ദ ശ്രീരാഗം എന്ന് പറഞ്ഞ എൻ്റെ ഈ ഗാനം, കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള എൻ്റെ ഒരു സമർപ്പണം എന്ന് വെച്ചാൽ എൻ്റെ സ്നേഹ സമ്മാനം, അത് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഹൃദയം ഉണ്ടാക്കി തന്നതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ സ്വപ്ന ചിന്തകളെ ഉത്ഭവിപ്പിച്ച് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഈ അവസ്ഥയിൽ ഇവിടം വരെ നമ്മുടെ ജീവനെ കാത്തു സൂക്ഷിച്ച ഒരു അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ ഭഗവാന് മാത്രം സമർപ്പിച്ചുകൊണ്ട്, അതേപോലെ നമ്മളെപ്പോലുള്ള ഭഗവാന്റെ ഭക്തന്മാർക്കും അതൊരു വലിയ സന്തോഷമാവട്ടെ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ അത് എനിക്കും എൻ്റെ ഗോപകുമാർ കൃഷ്ണ എന്ന ഫേസ്ബുക്കിനും അതേപോലെ ഫൈബറിൻ്റെ ലൈവിനും അത് വലിയൊരു പ്രചോദനമായി മാറും. ലൈക്കുകളും കമൻറ്റും ഷെയറുകളും ഒക്കെ ആയിട്ട് അത് വലിയൊരു സപ്പോർട്ടീവായി മാറും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കുന്നത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഭഗവാന്റെ നാമത്തിൽ നിങ്ങൾ അത് ഒരു കലാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കാവ്യത്തിൻ്റെ വരുന്ന ബുദ്ധിമുട്ടുകളിൽ, ഹൃദയത്തിൻ്റെ വിഷമങ്ങളിൽ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് കണ്ട് മറ്റുള്ള രീതിയിലുള്ള വരും കാലങ്ങളിൽ വരുമ്പോൾ അതിൻ്റെ ഗാനങ്ങളെ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ചെയ്യും. അതേപോലെ ഈ ഹൃദയരാഗം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കുടികൊള്ളും എന്നുള്ള ഒരു പ്രത്യാശയോടെ ഞാൻ ഈ ഗാനം നിങ്ങൾക്കായി ഇവിടെ സമർപ്പിക്കുകയാണ്. ആനന്ദ ശ്രീരാഗമാധവ
ശ്രീരാഗമാധവ കൃഷ്ണ നിൻ പാദപർശം ഞാനിന്നറിയുന്നു. ഉരുകുമെന്നുള്ളം നീയോടക്കുഴലു നിറയണം നീ ഈ മണിനാദമാ ശങ്കേ തെളിയണം നീ ഈ തിരുനടയിൽ ഉതിരുമ്പോ തോകുമൻ മണിവിരൽ തുമ്പിൽ ഗീതാലയം പോലെ ഗീതാലയം പോലെ ഈ മനതാരിൽ തെളിയണം കാഞ്ചന ശ്രീരാഗസുതിലയമാ ഈ മാലിനി നദിയാ കരയുടെ തീരത്ത് ഈ കാടുന്തിയൊഴുകുമി തീരത്ത് വാസുകിയാടിയ ലീല പോലെ മാധവായി തീരത്ത് ഇന്നു ഞാൻ കൃഷ്ണ കൃഷ്ണ വിരഹാദ്രമീ പാടുന്നു ഈരാവിൽ രാധാമീര ഹൃദയാനന്ദവല്ലഭ പാടുന്നു ഞാൻ ഈ ഹൃദയമുരളികയാലി കൃഷ്ണ 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 മാധവ മുരളീധര അതേപോലെ എൻ്റെ ഈ ഹൃദയം നിറഞ്ഞ ഈ കൃഷ്ണന്റെ ഈ കവിത അല്ലെങ്കിൽ ഈ ഗാനം ഈ ദേവരാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ലൈക്കുകൾ, കമൻറ്റുകൾ, ഷെയറുകൾ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. അത് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അറ്റൈൻഡവ ചാരിറ്റിക്കും അതേപോലെ ന്യൂ ജനറേഷനും വേണ്ടിയിട്ടുള്ള ഒരു കണക്കൂട്ടലാണ്. അതിൻ്റെ ഒരു സ്വരിച്ചേർച്ച് തന്നെ ന്യൂ ജനറേഷനിൽ വന്നിട്ടുള്ളത് ഒരു ഓൾഡ് സ്റ്റോറി പോലെയാണ് മനുഷ്യൻ്റെ ഹൃദയങ്ങൾ എന്നുള്ളത് കൊണ്ടാണ് നമ്മളുടെ വക്കീകരണങ്ങളും പുതിയ ക്ലൈമറ്റുകൾ മാറാതെ വീണ്ടും രീതിയിലുള്ള ഓരോരുത്തരുടെ ഹൃദയവും പെയിനുകളും വന്നു പോയിക്കുന്നത്. അത് നമ്മൾ കുറേ ചിന്തനീയം എന്ന് നമ്മുടെ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഒരു കണക്കൂട്ടൽ മാക്സാണ്. നമ്മുടെ ഒരു കണക്കൂട്ടൽ തന്നെ സ്വപ്നങ്ങൾ തന്നെ നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ മാറും. കാരണം അവിടെ എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളെ ചെരുവ് കൂട്ടുക. അവിടെ വളർച്ചയുടെ വക്കിൽ വന്നെത്തും എന്നുള്ള വ്യത്യാസമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൃഷ്ണനെക്കുറിച്ച് പാടിയ ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഷെയറുകളായിട്ടൊക്കെ ചെയ്യണം. അതേപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളും മറ്റുള്ള ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുമാണ് ഗാനങ്ങൾക്ക് ഇത്രയും ശ്രുതി ചേർക്കാനും ഞാൻ എഴുതുന്ന വരികൾ പോലെ തന്നെ എനിക്ക് പാടേണ്ടി വരുന്നു എന്നുള്ളത്. അതിന് മറ്റുള്ള മ്യൂസിക്കുകളോ അല്ലെങ്കിൽ ഈണങ്ങളോ ശ്രുതിയോ ലയമോ ഒന്നും ചേർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ വരികൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ പാടിത്തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ളത് എല്ലാം ചെയ്യേണ്ട രീതിയിലാവുമ്പോൾ ഇതൊക്കെ നല്ല നല്ല പാട്ടുകളായി മാറും. വരികൾ തന്നെ 1-2 വരികൾ ശ്രുതി ചേർക്കാൻ പറ്റുന്ന വരികൾ ആണ്. അതൊക്കെ ഗായകർക്ക് മാത്രമേ അതിന് ശ്രുതിയൊക്കെ ഉള്ളൂ. ഞാൻ എഴുതുന്ന വരികൾ ഗായകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഗായകർ മാത്രം പാടുമ്പോഴാണ് അത് സംവിധാനം ചെയ്യുമ്പോൾ സംവിധായകർ അത് ഗായകരോട് പറഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വർക്ക് ആവുക. അത് അതിനെക്കുറിച്ച് അറിയാത്തവർ ആ വരികൾ പാടിയിട്ട് 2-3 ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈണവും ശ്രുതിയും ഏത് ദൈവമാണോ അത് ചേർത്ത് പാടിയാൽ മാത്രമേ അത് നമുക്ക് ഇപ്പം
കാഞ്ചന ശ്രീധര മാധവ കൃഷ്ണ എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ വരികൾക്കും ആ വരികളുടെ ആ ഒരു ലയത്തിൽ ആ വരികളുടെ അർത്ഥങ്ങളിൽ ആ വരികളുടെ ഭാഷകളിലേക്ക് തന്നെ ശ്രദ്ധിച്ചേർക്കണം. എന്നാൽ മാത്രമേ അത് രാഗങ്ങളായി മാറും. അത് ഗായകർക്ക് മാത്രമേ പറ്റൂ. അല്ലെങ്കിൽ പാടുന്ന പുതിയ ഗായകർ പാടേണ്ടവർക്ക് അതിൻ്റെ ഈണങ്ങൾ സംവിധാനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ലിറിക്സുകൾ എടുത്തിട്ട് അത് ചെയ്യുന്നവർക്ക് അത് പാടിച്ച് അവരികളെ ലയിപ്പിച്ച് അവരുടെ താളത്തിനും പിച്ചിനും അനുസരിച്ച് ഓർക്കസ്ട്ര ഇടുമ്പോൾ മാത്രമേ ആ പാട്ടുകളായി മാറും. അത് പുതിയ പാട്ടുകളുടെ കണക്കാണ്. പഴയ പാട്ടുകൾ ഓരോരുത്തർ പാടി വെക്കുന്ന അവരുടെ റേഞ്ചും ടെമ്പോയും അവരുടെ ഹൃദയങ്ങളും ആർട്ടുകളും മാനേജ്മെന്റുകളും ഇട്ട ശ്രുതികൾ തന്നെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ ആയി മാറുന്നു ഹൃദയങ്ങൾ എന്നുള്ളതാണ്. പിന്നെ നമ്മളത് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മുടെ തന്നെ ആയി മാറും. അല്ലെങ്കിൽ അതിലും ബെറ്റർ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശ്രുതികൾക്ക് ചേർത്ത് നമ്മുടെ ടെമ്പോകളും നമ്മുടെ നമ്മുടെ അറേഞ്ച്മെന്റ് അതേ വരികൾക്ക് അതേ സംവിധായകത്തിൽ അതേ ട്യൂണിങ്ങിൽ നമുക്ക് പാടുമ്പോഴാണ് അതിൻ്റെ അതിൻ്റെ ഒരു കുളിർമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ അറിയാവുന്നവർക്ക് പറയാം, അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു അഭ്യർത്ഥനയാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവർക്ക് അതും നിങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസങ്ങൾ കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസവും മറ്റുള്ളവരുടെ വിദ്യാഭ്യാസവും അതിലൊരു ഇതിട്ട് കൂടിപ്പോയി എന്നുള്ള അഹങ്കാരമാറ്റി ചുറ്റുമുള്ള മനുഷ്യന്മാർ അവരുടെ ഹൃദയങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത് മറ്റുള്ളവരുമാനങ്ങളും പ്രതീക്ഷകളോ അവരുടെ പ്രതീക്ഷകൾ എന്താവുന്നല്ല ഒരു നമ്മുടെ വിവേകാനന്ദ സ്വാമി പണ്ട് പറഞ്ഞതുപോലെ ഉള്ള അവസ്ഥയാണ്. അതെ, നമ്മുടെ പറഞ്ഞാലും എന്താ പറയുക, വിവേകാനന്ദ സ്വാമി പറഞ്ഞത് നീയിട്ടാരെയും നന്നാക്കുകയില്ല, അവനിട്ടാര് ആരെയും നന്നാക്കുകയില്ല എന്ന് പറയുന്ന ഒരാശയം. അതിന്റെ വേറെ ഒരു എക്സാമ്പിളോ, കാരണം അങ്ങനല്ല അതിന്റെ ഗീത. അതിന്റെ സാരം നമ്മൾ പറഞ്ഞു വരും, ഒരു സാധാരണ ഒരു നോർമലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം അത് ഒരു വൽക്കീകരിച്ച് എനിക്ക് എൻ്റെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് അതിനെ കണ്ട് നിങ്ങൾ അതിനെ പരാമർശിക്കേണ്ട എന്നുള്ള ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിൻ്റെ സാരം പറയും. കാരണം ജനങ്ങളത് പണ്ട് ശങ്കരാചാര്യര് പറഞ്ഞതുപോലെ ഉള്ളതേ പറയുന്നുള്ളൂ. കാരണം മൃഗങ്ങളുടെയും മനുഷ്യന്റെ ആത്മാക്കളും തമ്മിലുള്ള ബാക്കിയുള്ള ഐറ്റവന്റെ ആത്മാക്കളിൽ മറ്റുള്ള ജീവികളുടെ വേരുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ദ്രോഹിക്കാൻ പൊഴിപ്പിക്കാം എന്നുള്ളത് മാത്രമേ കണക്ക് കൂട്ടുന്നുണ്ടാവും. കാരണം നമ്മുടെ ദേവത അതുകൊണ്ട് നമുക്കറിയാവുന്ന ആചാരങ്ങളും പുതിയ അനുഷ്ഠാനങ്ങളുടെയും കഥകളെ നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ചായാലും ഭാഷകളെ കുറിച്ചായാലും നമ്മുടെ വളർന്നു വരുന്നതൊക്കെ. കാരണം നമ്മളൊക്കെ കൊല്ലക്കാരാണ്. കാരണം നമ്മൾ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ കൊല്ലക്കാരനാണ്. ഇപ്പോൾ ആലപ്പുഴയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് MP ഒരുപാട് സീറ്റുകൾ വിഭജിച്ച കൂട്ടത്തിൽ നമ്മുടെ നാടുകൾ അവിടെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ശങ്കരാചാര്യന്മാര് ഗുരുസ്വാമിമാരെയൊക്കെ ഒരുപാട് ഉപയോഗിച്ച നാടുകൾ. കാരണം അവിടെയൊക്കെ ആശയങ്ങളും ചിന്തകളും ബുക്കും കുണ്ടലിനിയും ഒക്കെ തന്നെ നമ്മൾ വായിച്ച് പഠിച്ച് തലമുറയെ കിട്ടുകയാണ്. നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വിദ്യാഭ്യാസവും കണക്കൂട്ടും സ്നേഹമൊക്കെ നമുക്കുള്ളതാണ്. പക്ഷേ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ അതിനെ പകർന്നു കൊടുക്കാനും അതിന് ഉള്ള എന്തെങ്കിലും അവിടെ മറ്റുള്ള രാജ്യങ്ങളെ പോലുള്ള ലാപ്ടോപ്പുകൾ നെറ്റ്വർക്കുകളും ഹൃദയങ്ങളെ ഭയപ്പെടുത്തുകയും അതേപോലെ പിടിച്ചുകയും പഴയ കാലത്തെ മോഷണങ്ങൾ പോലെ തന്നെ കായംകുളം കൊച്ചുണ്ണിയെ പോലെയും അതേപോലെ അയ്യപ്പന്മാര് ഒക്കെ ഉണ്ടായ കാലങ്ങളെ പോലെ തന്നെയുള്ള മറ്റൊരു അറ്റാക്കുകളാണ് ഇപ്പോൾ സൈബർ അറ്റാക്കാണ്. അന്ന് സൈബർ അറ്റാക്ക് ഇല്ല, ജനദ്രോഹങ്ങൾ മാത്രമേ ഉള്ളൂ. സൈബറായിട്ട് മാറി ഒരു അറ്റാക്ക് ജനങ്ങളെ ദ്രോഹിക്കാം എന്നുള്ള ഒരു പുതിയൊരു സ്റ്റൈൽ അത് മറ്റുള്ള ഭരണ മേഖലയിലുള്ള ഒരു അറ്റാക്കുകൾ പോലെ ഒരു പോലെ ഒക്കെ തന്നെ ആയി മാറുന്നു എന്നുള്ളത്. എങ്കിലും നിങ്ങൾക്ക് എൻ്റെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക എന്നുള്ള ഒരു അഭ്യർത്ഥന വീണ്ടും ഉപയോഗിക്കും. അതേപോലെ നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ അവകാശങ്ങൾ നമുക്കുള്ളതാണ്. മാനേജ്മെൻറ്റുകളായാലും അതേപോലെ സ്റ്റാർ കളക്ഷൻ ആയാലും ചെയ്യേണ്ട രീതിയിലുള്ളത് നമ്മൾ ചെയ്യേണ്ടവർക്കെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് സ്റ്റാർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് നമ്മുടെ അവകാശങ്ങളിൽ തന്നെയാണ്. അത് ചെയ്താൽ മാത്രമേ ഫോളോവേഴ്സ് ഉണ്ടാവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എങ്കിൽ തന്നെ മറ്റുള്ള സബ്സ്ക്രൈബേഴ്സിന് മന്ത്ലി സബ്സ്ക്രൈബേഴ്സാണ്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അവകാശങ്ങൾ ഉണ്ടാവുള്ളൂ. അത് നമ്മുടേതാണ്. അത് ഫേസ്ബുക്ക് പറയുന്നത് പോലെ ടാക്സുകളും മറ്റുള്ള നമ്മുടെ അവകാശങ്ങളെല്ലാം മാനേജ്മെൻറ്റ് ഡിസ്കോഡും അതേപോലെ പ്രോത്സാഹനവും സപ്പോർട്ടും അതേപോലെ ഗിഫ്റ്റും ഒക്കെ തരേണ്ടത് അവർ തരാതെ നമുക്ക് വെക്കുന്ന ഒരു ഫേക്ക് അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കാം എന്നുള്ള രീതിയിൽ അതിനാരും ഗിഫ്റ്റ് വെക്കരുത്. ഇത് വെച്ചിട്ട് അവരുടെ ആലോചനയുടെ ഹൃദയങ്ങൾ നമ്മളെ ഹൃദയങ്ങളിലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവർ ദ്രോഹികളായി മാറാതെ. അതാണ് ഞാൻ മറ്റുള്ളവരെയും വിമർശിക്കാറുള്ളത്. അത് ദ്രോഹമായാലും എനിക്ക് വരുന്ന എന്ത് തന്നെ സൃഷ്ടിയായാലും എനിക്ക് വിഷമമില്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും എന്നെ വളർത്താനും സ്നേഹിക്കാനും ആൾക്കാരുള്ള ഈ അവസരത്തിലാണ് നിങ്ങളുടെ ദ്രോഹങ്ങൾ ഒരു ഫേക്കായിട്ടും മോഷണമായിട്ടും ഒക്കെ മാറ്റി ഒരു ഒരു തീവ്രവാദ ടെക്നോളജിയിൽ കൊണ്ടെത്തി എൻ്റെയൊക്കെ ഹൃദയങ്ങളെ തകർക്കുന്നത് എന്നുള്ളതാണ് ഞാൻ
തീർച്ചയായും അത് നിങ്ങളൊക്കെ വീക്ഷിക്കേണ്ടത് എന്ന് മാത്രമേ പറയുന്നു. എങ്കിലും വരും കാലങ്ങളിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും നിങ്ങളുടെയൊക്കെ അവസ്ഥകൾ മാറുമെന്നും നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ എൻ്റെ പ്രതീക്ഷകൾ ആയിരുന്നു എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലൂടെ ഞാൻ നിങ്ങളുടെ സ്വന്തം കുമാർ വരും എപ്പിസോഡുകൾ വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള ശുഭ പ്രതീക്ഷയോടെ മാത്രം ഞാൻ എൻ്റെ പ്രോഗ്രാം ഇവിടെ ഉപസംഹരിക്കുകയാണ്.